നമ്മൾ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് മാറ്റിക്കൊണ്ട് ആതിരപ്പള്ളി പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈകി കയറി ചായയും കുടിച്ചിട്ടോ. ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ആറ്റുണ്ട് എൻ്റെ പണി. ഞാൻ നല്ല പരിപ്പ് കടി, നല്ല നെയ്പ്പത്തലും എനിക്ക് തിന്നിനിയത്. കണ്ടില്ലേ? അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടിപൊളിയായിരുന്നു ഞങ്ങളെ പോണ വഴിക്ക്. കുറേ റംബുട്ടാൻ്റെ മരങ്ങളും കൃഷികളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇപ്പൊ റംബുട്ടാൻ തിന്നണ പൂതിണ്ടായതുകൊണ്ട് കുറച്ച് കടയിലൊക്കെ കയറിങ്ങാണ്ട് സാമ്പിൾ നോക്കി തിന്നു. പിന്നെ നമ്മള് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പച്ചിൻ്റെ കൂട്ടുകാരനായ ജിംഷാദ് കാക്കയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പോയിക്കൊണ്ടേ ഇരിക്കാനോ പോയി അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കൃഷികളായിരുന്നു അവിടെയൊക്കെ കാണാൻ. അടിപൊളിയായിരുന്നു. പുല്ലാളും പച്ചപ്പം നിറഞ്ഞ ഒരു ലോകത്ത് തന്നെ ഞങ്ങൾ എത്തിയ പോലെ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ആതിരപ്പള്ളി റോട്ടിൽ കൂടെ നല്ല സന്തോഷത്തിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവുകയായിരുന്നു. നമ്മുടെ വീടുകളിലൊന്നും കൃഷികളൊക്കെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ റോട്ടിൽ കൂടെ വീടുകളുടെ മുന്നിൽ അമ്മോ എന്തോരം കൃഷികളാണ്. പക്ഷെ കൂടുതലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ റംബുട്ടാനാണ്. നമ്മളിവിടെ നിന്ന് റംബുട്ടാൻ്റെ ഒരു കൃഷി പോലും കാണൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിറയെ കൃഷി എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ്റെ ഒരു ലോകമാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിംഷാദ് കാക്ക അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ പറയണും കാട്ടണമൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് പാട്ടൊക്കെ പാടിങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാനി. ആ ആതിരപ്പള്ളി കാണാനല്ല ഒരു മോഹനു. അതാണ് ഇത്രയും സന്തോഷം. അവിടെ എത്തുമ്പോൾ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരുപാട് റംബുട്ടാൻ വിൽക്കണ ആൾക്കാരെ കണ്ടിട്ടാട്ടോ ഞാൻ അങ്ങനെ നെട്ടി ചോദിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചാലക്കുടി ഡ്രീം വേൾഡിനെ കണ്ടിട്ടോ. ആദ്യം നമ്മൾ ആതിരപ്പള്ളി പോയിട്ട് ഡ്രീം വേൾഡ് പോവാന്ന് കരുതി. നസ്മിന, എന്തൊരു രസല്ല സ്ഥലന്റെ. എനിക്കതന്നെ പറയാനല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, അങ്ങനെ മനോഹരമായ സ്ഥലം. ഇതിന് ശരിക്കും എല്ലാരും ഒന്ന് സഞ്ചരിക്കണം കേട്ടോ. ആതിരപ്പള്ളി റൂട്ട് ഭയങ്കര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. നിങ്ങൾക്ക് റംബുട്ടാൻ തിന്നാൻ പൂതി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ സാമ്പിളൊക്കെ പറിക്കാം. അതൊക്കെ അത് അങ്ങോട്ട് കാട്ടി കൊടുക്കുക. അങ്ങോട്ട് പോകുന്നിടത്ത് കൂടെ എല്ലായിടത്തും കൂടെ ഈ റംബുട്ടാന്മാരല്ലാതെ ഒന്നും കാണില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മളെ കൊതിപ്പിച്ചു. അല്ലല്ല, പോട്ടെ റംബുട്ടാനൊക്കെ എന്താ വളരെ ചീപ്പ് റേറ്റിന് കേട്ടോ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയാണ് റംബുട്ടാൻ വാങ്ങുമ്പോൾ വീടിന്റെ മുറ്റത്ത് റംബുട്ടാന്റെ മരങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാൻ ശ്രമിക്കാം. ഈ കാടൊക്കെ നിങ്ങൾ എന്താ ബ്യൂട്ടി. ഇത് നമ്മളെ നിലമ്പൂർക്കാടിന്റെ ഒക്കെ ഏകദേശം അതേപോലെ തന്നെ, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടോ. എന്തൊരു രസമുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തേക്കാണ് കേട്ടോ. ഈ കാട് എന്താണ്? കാടിനെ കുറിച്ച് പറയുക നമ്മളെ നിലമ്പൂർ കാടിലേറെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള സ്ഥലം. അല്ല, യാസിൻ എന്താ പറയാ? ഇവിടെ സൂക്ഷിക്കണം. ആന വരും, മൃഗങ്ങൾ കൊറേ ഉണ്ട് ഇവിടെ. അതാണ് ശ്രദ്ധിക്കണ്ടേ. ഇതെന്താ ജിംഷാദ് കാക്കനെ കുറിച്ച് എന്താ പറയല്ലേ? നമ്മുടെ ഡ്രൈവറിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞ. ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞാല് നല്ല സ്ലോ ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. പിന്നെ ഇതില് പോവാനായിട്ട് നല്ല സുഖാണ്. അങ്ങനൊക്കെ തന്നെയാണ് ഇന്റത്. പിന്നെ യാഷ് അതിന്റെ അടിക്ക് എന്തോ പറയണ്ടല്ലോ. എന്തോ കണ്ടിക്കണം കേട്ടോ. അവിടെ എന്തോ കണ്ടിക്കണം. അതാണ് എന്തോ കണ്ടിക്കണം. അതിന്റെ അടുത്ത് ജിംഷാദ് ഒരു ചെറിഞ്ഞ ചെളിയിൽ ചിരിച്ചിട്ടുണ്ട്. ഓനും കണ്ടിക്കണം. എന്തോ ഒരു രണ്ടാളോ കണ്ടിക്കണത്. എന്താ യാശി കണ്ടിക്കണേ? ഞാനടാ എന്റെ ബോർഡ് ഉണ്ട്. അതാണ് സംഭവം. ബോർഡ് കണ്ടതാണ്. പക്ഷെ ആനന്റെ ബോർഡല്ലേ, ഫ്ലെക്സ് ബോർഡാണ്. അതന്നെ ഞാൻ ആനന്റെ ബോർഡ് പറഞ്ഞിട്ട് കുഞ്ഞു ബോർഡല്ലേ. ഒരു ഭംഗിയാണ് ഈ റൂട്ട് പറഞ്ഞാലേ. നല്ല സൂപ്പർ റോഡുണ്ട്. ഇവിടെ പോവാൻ ഊട്ടി വരിണ്ട്. ഊട്ടി വരിയെന്നോ? ഇത് കാട് കൂടി അല്ലടാ പോണ ഊട്ടി. അതല്ലോ പറഞ്ഞതേ. ആ ഗ്രില്ലൊക്കെ ഊട്ടിക്കൂടെ പോകുമ്പോല്ലേ ഒരു ചോരൊക്കെ മാതിരി. അതാണ് ഞങ്ങൾ പറയണതേ. നിങ്ങള് ഇതിന്റെ മുമ്പ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിക്കണോ? ഇല്ലേ, കണ്ടിട്ടില്ല. ഇല്ല. നിങ്ങൾ പോയിട്ടില്ലേ? ഞാൻ പോയിക്കണേ. പക്ഷെ മറ്റേ ഇപ്പൊ എന്താ മഴക്കാലം ആയതുകൊണ്ടേ വീടിന്റെ മുമ്പ് കൂടെ ഒക്കെ കണ്ടില്ലേ നല്ല രസമുള്ള കൃഷികളും കാര്യങ്ങളും. ഇതിലെ യാത്രയാണ് ഇതിൽ ഏറ്റവും മനോഹരമാക്കുന്നത് കേട്ടോ സംഭവം.
അതെ നമ്മള് പോകുന്നു യാശു എന്താ വെച്ചാൽ തല പുറത്തേക്ക് ഇടുന്നുണ്ട്, ഓനോട് പറയുന്നുണ്ട് ഇടക്ക് തല പുറത്തേക്ക് ഇടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാശോ തല പുറത്തുകൂടല്ലേ. ആ ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും എയിലൊക്കെ നോക്കണ്ടേന്ന് തന്നെ അറിയണില്ല കേട്ടോ. അത്രക്കും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ടൂറിസ്റ്റ് ബസ്സും ടൂറിസ്റ്റ് വാനും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ എന്റെ മുന്നിൽ കൂടെ എന്താ ടൂറിസ്റ്റ് ബസ് ടൂറിസ്റ്റ് അല്ല ടൂറിസ്റ്റ് ബസ് 4 പോയിന്റ് എന്താ ഞാൻ താഴോട്ടപ്പോ തന്നെ അതെ ഒരു ബസ് അവിടെ നിർത്തിയിട്ടില്ല. എന്താ സംഭവം? KSRTC കയറാം, പെണ്ണുങ്ങൾക്ക് ഫ്രീ അല്ലേ, പോയിക്കോട്ടെ. ഫ്രീ ഇല്ല. ആക്കണ റംബുട്ടാൻ വീണ്ടും എല്ലാ റംബുട്ടാനും കേട്ടോ. പക്ഷെ അത് വലട്ടിക്കണ വെച്ച് കഴിഞ്ഞാലേ ഈ പക്ഷികളും ഇതൊക്കെ പിടിക്കും. വാട്ടർ പാർക്ക് ഇതേതാ സിൽവർ സ്റ്റോം അല്ലേ? ഇത് സിൽവർ സ്റ്റോം ആണ് കണ്ടോ, യാന്ത്രന്യൂലാലുണ്ട്. ഇതാണ് സിൽവർ സ്റ്റോം. നല്ല സൂപ്പർ ഇത് വണ്ട് ഫസ്റ്റ് മാറ്റുന്നല്ലടാ. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മള് കുറച്ചുകൂടി പോകണം കേട്ടോ. മറ്റേ നമ്മളെ ആതിരപ്പള്ളിയിലേക്ക് കുറച്ചുകൂടി പോവാണ്ട് മറ്റേ. അപ്പൊ നമ്മള് വീണ്ടും യാത്ര തുടരുന്നതാണ്. പക്ഷെ പോണ വഴിക്കൊക്കെ എന്തുണ്ട് നമ്മള് മറ്റേ എന്താണ് ഇതിന് പറയല്, ഞാനവിടല്ലേ ബനാന ലീഫ് കണ്ട്. അങ്ങോട്ടൊക്കെ കേട്ടോ. ഓരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ വില ചോദിച്ചു. അപ്പൊ നമ്മളെ നാട്ടിലേറെ വില കൂടുതലാണ്. അപ്പൊ നമ്മള് വീണ്ടും വണ്ടി മുന്നോട്ട് പോകുക തന്നെയാണ്. കാരണം ഇവിടെ ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മള് റേറ്റ് കുറഞ്ഞങ്ങാണ്ട് കിട്ടും. അങ്ങനെ തന്നെ, അല്ലെങ്കിൽ നമ്മള് നാട്ടിലേറെ റേറ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ടൊക്കെ ഓലൊക്കെ സാമ്പിൾ വാങ്ങിങ്ങാണ്ട് പോവാണ്. അപ്പൊ നമ്മള് നേരെ ആതിരപ്പള്ളിയിൽ എത്തിയിട്ടാ. നസ്മിന്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടെ തന്നെയാണെന്നാ. അപ്പൊ ഒരു 4 സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ ഓള് ബ്ലോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് മുന്നോട്ട് നിൽക്കട്ടോ. ഏതായാലും പോട്ടെ. ഓളെ വിചാരേ മറ്റേ ഈ 4 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാല് മറ്റേ ഇതാണെന്നാണ് കേട്ടോ. അപ്പൊ യാശു ഭയങ്കര ആവേശത്തിലാണ്. കണ്ടോ, ഓനും ബ്ലോഗ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പൊ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടേക്ക് നോക്കിയപ്പോ അവിടെ കുറച്ച് ആൾക്കാരുള്ളൂ. മറ്റേ അപ്പൊ നമ്മള് എത്തിയിട്ടില്ല. അപ്പൊ ഇവര് ഏത് രാജ്യത്തെ ആൾക്കാരാ പറ്റിയേ? ഇത് പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. ഇതിവിടെ മെയിൻ ആയിട്ട് വരുന്നത് മെയിനായിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ വരുന്നത്. പക്ഷെ ഇത് ഇന്ത്യത്തെ ആൾക്കാരല്ല, ഇന്ത്യത്തെ ആൾക്കാർ മലയാളമല്ല പറയുന്നത്. വ്ലോഗ് ചെയ്യുന്നുണ്ട് നമ്മളെ യാശു വ്ലോഗ് ചെയ്തുകൊണ്ട് എല്ലാരും ക്ഷണിച്ചാണ്. ഓന്റെ ആവേശം കണ്ടിട്ടേ ഓന്റെ വിചാരം 2 അടി നടക്കാനുള്ളൂ എന്നുള്ളൂ. നടക്കാൻ ഒരുപാടുണ്ട്, 1.5 കിലോമീറ്ററോളം നടക്കാണ്ട് കേട്ടോ. 2 ടീസ്പൂൺ ടീസ്പൂൺ അറിയണത് കുക്കിങ്ങിന് വീഡിയോ ചെയ്യുമ്പോഴല്ലേ. കുറച്ച് നടന്ന് മുമ്പത്തോൽക്കൊക്കെ കാലുവേദന തുടങ്ങിട്ടോ. അങ്ങനെ ഒടുക്ക നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിട്ടോ. അതിന്റെ സന്തോഷമാണ് ആ യാശുവിന്റെ മുഖത്ത് കാണുന്നുട്ടോ. അത് ഓന് എന്താ ചെയ്യേണ്ടിന്ന് തന്നെ അറിയില്ല. നസ്മിന അവിടെ മറ്റേ ചെരുപ്പിന്റെ വാറൊക്കെ പൊട്ടിങ്ങാണ്ട് കരയാനായിങ്ങാണ്ടാ വരുന്നുട്ടോ. ഓള് അപ്പോത്തിന് മടുത്തിക്കണ് നടന്നുങ്ങാണ്ടേ. യാശുവിന്റെ സന്തോഷം കണ്ടില്ലേ, വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് ഓൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ വെള്ളച്ചാട്ടേ. ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ഓന് കണ്ടില്ല ഓടുകയാണ് അങ്ങോട്ട്. നമ്മളിന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിമനോഹരമായ വെള്ളച്ചാട്ടം നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്. പക്ഷെ കനത്ത ചൂട്, നമ്മൾ പ്രതീക്ഷിച്ച മാതിരിക്കില്ല മറ്റേ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലേട്ടോ. പക്ഷെ ഇത് കാണുമ്പോൾ വളരെ മനോഹരമാണ്, നല്ല രസമാണ്. ഇങ്ങോട്ട് വരുന്ന റൂട്ടാണ് ഇതിൽ ഏറ്റവും മനോഹരം. ഉണ്ടോ, ഇപ്പോൾ ഇതിന് മഴക്കാലം അല്ലാത്തതുകൊണ്ട് അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല, കുറവാണ്. പക്ഷേ ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട്, കുറേ ആളുകൾ നടക്കുന്നുണ്ട്. ഉണ്ടോ, ഇതൊരു എന്തോ അപ്പോത്തിന് ഓളെ ചെരുപ്പും റെഡിയാക്കി നമ്മൾ താഴെ ഓളങ്ങനെ മുകൾക്ക് വന്നില്ല. ഇനി താഴെ തട്ടൊക്കെ നമ്മൾ ഇറക്കണം കേട്ടോ. ഓളെ ഇറക്കാൻ ജിംഷാദൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കണ്ടാണ് ഈ ഇറങ്ങിപ്പോണത്. ഞാനാണെങ്കിൽ ഒരു ഹീലിന്റെ ചെരുപ്പ് ഇട്ടിക്കണ്, അതാണെങ്കിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. 1-2 പ്രാവശ്യമല്ല ഞാനവിടെ വീണിക്കണത്, കുറേ പ്രാവശ്യം ഞാനവിടെ വീണിക്കണത്. പക്ഷേ എൻ്റെ എക്സ്കേറ്റ്മെന്റ് കൊണ്ട് അങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ കൊടുങ്ങുമെന്ന് എനിക്കറിയില്ലല്ലോ, ആദ്യമായിട്ട് വരില്ലേ. അതാ അവിടെ ഒരു കുരങ്ങ് നമ്മൾ ആരെങ്കിലും തിന്നാൻ പറ്റും ക്ഷണിക്കാണ് കേട്ടോ. കുരങ്ങം എന്തെങ്കിലും കിട്ടുമെന്ന് എഴുതിയിട്ടാണത്. അങ്ങനെ താഴത്തെത്തുമ്പോ മനോഹരമായ മുകളിലേറെ ഭംഗിയാട്ടോ താഴെ കാണുമ്പോ.
അവിടെ അപ്പൊ എത്തിയപ്പോഴാണ് നമ്മള് കൊയങ്ങിങ്ങാണ്ട് നമ്മൾ നെസ്മിന് ലൈമ് വേണം പറഞ്ഞാണ്ട് ലൈമ് അങ്ങനെ ഓള് പിന്നെ എവിടെ ചെന്നാലും തൊള്ളിക്ക് എന്തെങ്കിലും ആക്കിയിട്ടേ വേറെ പരിപാടിയുള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാരും കൊയങ്ങിന്. അപ്പൊ ലൈം കുടിച്ചിട്ടോ 20 ഉറുപ്പിയുള്ള ലൈമിന് വീണ്ടും നമ്മൾ കയറി. അപ്പൊ ഓളെ ചെരുപ്പൊക്കെ ആകെ തീരുമാനമായി. നെഹിയാന് പിന്നെ അങ്ങോട്ട് കയറാൻ തന്നെ വെച്ചട്ടോ. ഓനിന്റെ പുറത്തും ഏറ്റിക്കാണ്ട് ഓനി ഏറ്റി നമ്മൾ കയറി പോരുന്നുണ്ട്. അത് കണ്ടോ ഓളതിൻ്റെ ഇടയിൽ ആവേശമൊക്കെ കാണിക്കുന്നുണ്ട്. അതിന്റെ സൈഡിൽ കണ്ടില്ലേ ശ്വാസം വിട്ടുങ്ങാണ്ട് എടുക്കുന്ന ആൾക്കാരും കാണുന്നുണ്ട്. ഓലൊക്കെ കൊയങ്ങിങ്ങാണ്ടേ നെഹിയാൻ ആനന്ദത്തിലാണ് പോയ ഊക്കൊന്നും വന്നപ്പല്ല കണ്ടോ. കേറിയപ്പോ റബ്ബേ എന്താ കാട്ടണ്ട അറിയില്ല. കാലൊക്കെ ഇങ്ങനെ വിറച്ചിട്ടറിയോ. നെഹിയാനൊന്നും ഇനി ഒരു അടി നടക്കൂലായിരുന്നു. ആ ലെവലിലാണ് ഓനെ ഞങ്ങളിപ്പോ മോളിലെത്തി. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അപ്പൊ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.